ഇതാരുടെയാ? ഇവിടെ ഇരുട്ടെ. വേണ്ട, പതുക്കെ ഇറക്കണം. എന്താ ഇതില്? കുറച്ച് ചക്കി വാങ്ങിയ. ഓ അത് ശരി. ഒരു 10 രൂപ. 10 രൂപ? അധികമൊന്നുമില്ല, 10 രൂപയല്ലേ? ഞങ്ങൾ അധികമൊന്നും വാങ്ങില്ല, യൂണിയൻ റേറ്റാ. അല്ല, ഇവിടുന്ന് വെള്ളിമാടുന്നിലേക്ക് എവിടുന്നാ ബസ് കിട്ടുക? അവിടെയാണ് പോണ്ടത്, ആ സ്റ്റോപ്പ് അപ്പുറത്താ. ഒരു കാര്യം ചെയ്യും, അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ വെള്ളിയാട്ടിമലേക്ക് പോവാ നല്ലത്. ഈ സാധനം 2 പ്രാവശ്യം കയറ്റി ഇറക്കുമ്പോ ഒരുപാട് പൈസയാവും. പോയിക്കോ. എത്രയായി? 30 രൂപ. ഇതില് 15 രൂപയുള്ളൂ. ബാക്കി ലഗേജിനാ. സമയം കളയാതെ, എനിക്ക് വേറെ പണിയുണ്ട്. എന്താ നിന്ന് തപ്പിക്കളിക്കണേ? പൈസ ഞാനിപ്പോ വരാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് അയാള് തന്നെയാ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം.
അതെടുത്തറിയല്ലേ? എടോ പൈസ എടുക്ക്, കുറെ നേരമല്ലേ തിരിഞ്ഞു കളിക്കുന്നത്. മനുഷ്യൻ ദേഷ്യം പിടിപ്പില്ല കേട്ടാ. വെറുതെ തമാശ കളിക്കരുതാ. പാടി നമുക്ക് എന്താ കണ്ണ? തനിക്ക് എത്ര രൂപ വേണ്ടത്? 30 റുപ്യ. ഈ മീറ്റർ തെറ്റാണല്ലോ. ഇതിൽ 15 രൂപ ആയിട്ടുള്ളൂ. അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞാലും തനിക്ക് 15 രൂപയെ തരുള്ളൂ. ഇതാ, വേണമെങ്കിൽ വാങ്ങിച്ചോ, അല്ലെങ്കിൽ താൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേ. സ്റ്റേഷനിയുടെ അടുത്ത് തന്നെയാ. ഏത് ദരിദ്രവാസിനാണ് അവന്ന് കണി കണ്ടത്. വാ. എവിടെ പോയി കിടക്ക വിറ്റകള്? ഒരു സെറ്റ് ഒന്നെനിക്ക് ആ കാലത്ത് തന്നെ തുടങ്ങിയ ഓസിയടി. ഓസിക്കോ ഓസിക്കോ. ആ നീ എടുത്തോ. ഓ കത്തിര. ആ വരുന്നുണ്ട്. Hey, why are you late today? 1 മണിക്കൂറായി ഇവിടെ നിപ്പ് തുടങ്ങിയിട്ട്. ഏയ് എന്റെ കുറ്റം കൊണ്ടൊന്നല്ല, ഞാൻ കറക്റ്റ് 9 മണിക്ക് ഇറങ്ങിയതാ. അപ്പോഴാണ് ഇവിടെ ഒരു ബോയ് ഫ്രണ്ട് എത്തിപ്പെട്ടത്. എന്താ നീ പറഞ്ഞേ? എന്റെ ബോയ് ഫ്രണ്ടോ? പിന്നെ എന്തെയാ? എന്നാലും ഞങ്ങളോട് ഇത് ചെയ്തല്ലോ. ഇത് ഈ കോളേജിന് തന്നെ അവമാനമാണ്. ആരാ ഈ ഭാഗ്യവാൻ? നീ വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ ചക്കയും മകനൂർ കെട്ടിയെടുക്കേണ്ടത്. ഇപ്പൊ എന്തായി? എന്റെ മാനം പോയില്ലേ? അത് ശരി, അതിനും അമ്മയ്ക്കാ കുറ്റം. നീ പൈസ സൂക്ഷിക്കാഞ്ഞിട്ടല്ലേ? എനിക്കറിയോ ഇവിടെ മുഴുവൻ കള്ളന്മാരാണെന്ന്. ആ ഇനി ഞാൻ സൂക്ഷിച്ചോളാം. പിന്നൊരു കാര്യം, അളിയനോടൊന്നും പറയണ്ട. അയ്യോടാ, ഞാൻ പറയാതിരുന്നിട്ട് എന്താ കാര്യം? നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? ആകെ നാറി. ആ പെമ്പിള്ളയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? അത് ശരി, നീ നോക്കണ്ട. എന്നിട്ടും അവന്റെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ? അമ്മ എനിക്കെല്ലാം എഴുതിയിരുന്നു. എന്ത്? അയ്യടാ, ഒന്നും അറിയാത്ത ആളെ പോലെ. പിന്നെ നിന്റെ റൊമാൻസ് ഒക്കെ നാട്ടിൽ മതി കേട്ടോ. മര്യാദക്കാണെങ്കിൽ മാത്രം ഇവിടെ നിന്ന് പഠിച്ചാ മതി. ബാലേട്ടന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാലോ. കവിതേ, എന്നോട് മിണ്ടടാന്ന് പറഞ്ഞില്ലേ? എന്താ കവിതേ? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, അതിനിങ്ങനെ പിണങ്ങിയാലോ? ഇതാ തമാശ? നിന്നെ പോലെ കണ്ട ആമ്പിളരെ പ്രേമിച്ച് കിടക്കലല്ല എന്റെ പണി. കവിതേ, ഇതൊന്നും വീട്ടിൽ പറയല്ലേ പ്ലീസ്. ഞാൻ പറയും. നോക്ക്, ഇപ്രാവശ്യത്തെ കൂടി നീ ക്ഷമിക്കണം. ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞാ പിന്നെ മരിക്കാ ഭേദം. ഇത്ര ധൈര്യമില്ലാത്തവർ എന്തിനാ പ്രേമിക്കാൻ പോണത്? ശരി, ഏതായാലും ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇരിക്കണ്ട. ചേട്ടാ, ചേട്ടാ ഞാനും പുറകെ കയറിക്കോട്ടെ? വേണ്ട, പ്ലീസ്. കേറിക്കോ. ഇറങ്ങിക്കോ.
എങ്ങനെ വീണേ? ഹലോ, കാലത്ത് പരിചയപ്പെടാൻ പറ്റിയില്ല. കണ്ണനെന്നല്ലേ പേര്? ഞാൻ നാൻസി. ഇവിടെ പിന്നെ അറിയാലോ. ഏതായാലും കണ്ണൻ കൊണ്ടൊരു ചക്കയും മാങ്ങയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു വെരി മച്ച്. എന്തായിരുന്നു തമാശ? ഏയ് ഒന്നുമില്ല. ശരി വാ. ഞങ്ങളുടെ സ്കൂളിലെ പഠിക്കാൻ വരണേ? അല്ല മോളെ, അതിന്റെ അടുത്താ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാ അല്ലേ മാമ? അത് ശരിയാ. അപ്പോ പറഞ്ഞൊക്കെ കേട്ടല്ലോ. നാളെ തന്നെ ചേർന്നു. നീ പണത്തിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. പോയത് പോട്ടെ, ഇനി സൂക്ഷിച്ചാ മതി. അപ്പോ കണ്ണൻ എവിടെ കിടക്കുന്നത്? ആ സൈഡ് റൂമിൽ കിടന്നോട്ടെ. അവിടെ ഫാനും കട്ടിലൊന്നുമില്ലല്ലോ. ഞാൻ ഹാളിൽ കിടന്നോളാം. തൽക്കാലം അവിടെ കിടക്ക്, പിന്നെ നോക്കാം. ചേച്ചി, വീട്ടിലെ അയൺ ബോക്സിന് എന്ത് പറ്റി? എന്താ അറിയില്ല ചേച്ചി, അത് തീരെ ഹീറ്റ് ആവുന്നില്ല. അത് ശരി. ഇപ്പൊ രാവിലെ അത്യാവശ്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ വേഗം കൊണ്ടുതരാം കേട്ടോ. നീ എവിടേക്കാ കാലത്തന്നെ? ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പീഡിയലിക്കല്ലേ? എന്നാ പിന്നെ എനിക്കൊരു പാക്കറ്റ് ബ്ലേഡ് കൂടെ മേടിച്ചോ. പനാമ മതി. ഗീതേ, എന്തോ? ഇവനൊരു 5 രൂപ എടുത്തു കൊടുത്തേ. നിനക്ക് പൈസ വല്ലതും വേണോ? വേണ്ട. നീ എവിടെ പോവാ? അളിയനൊരു പാക്കറ്റ് ബ്ലേഡ് വേണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ 10 മുട്ട കൂടി വാങ്ങിച്ചോ. ഇതാ. ഇന്ന് നമുക്ക് നേരത്തെ പോണ കേട്ടോ. എനിക്കറിയാതെ ഇതിനെ നേരത്തെ ഓടുന്നത്. പിന്നെ ശരിയാവില്ലടി. എന്നാ വേഗം നോക്കിയോട്ടാ. എന്ന് എന്നെ കാറ്റടിച്ച് മാറ്റും. നീ ഒരു കൈനറ്റിക് കൊണ്ട് വാങ്ങിക്കാ നല്ലത്. എന്താ നാൻസി തളർന്നോ? കളിയാക്കണ്ട കേട്ടോ. നിനക്ക് കാറ്റടിക്കണ്ടേ? എനിക്കെന്തിനാ എന്റെ സൈക്കിൾ കണ്ടീഷൻ അല്ലേ? ഓ പിന്നെ നിന്റെ സൈക്കിളിന്റെ കണ്ടീഷൻ എനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് മതിയിട്ട് പോ.
ആയത്? ഞാനല്ല ലേറ്റ് ആയത്, മാമനാ ലേറ്റ് ആയത്. ശരി പോട്ടെ മോളെ. ടാറ്റാ. ബൈ. ഇങ്ങോട്ട് വാടോ, എവിടെ നോക്കിയേക്ക്. ആ ആ എന്താ ബാലേട്ടാ? ഒന്നുമില്ല, തന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇയാൾ ആരാണെന്ന് എനിക്കറിയൂ. ആരാ? എന്റെ ചെറിയ അളിയനാ. ഇരിക്കും. ഇരിക്കെ. അല്ല, നാട്ടില് വെറുതെ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുക. ഉം. അപ്പൊ ഈ കമ്പ്യൂട്ടർ കോഴ്സിന് ചേർക്കാന്ന് വിചാരിച്ചു. ഓഹോ, അതിനെന്താ, നല്ല കാര്യമല്ലേ? ആർക്ക്? അവനെ ഇപ്പൊ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? മോശമൊന്നുമില്ലല്ലോ. വലിയ മോശമൊന്നുമില്ല. എന്നാ ഇവനെയും കൂടെ അങ്ങോട്ട് ചേർക്കടോ. ശരി ബാലേട്ടാ, ഇതൊന്ന് ഫില്ല് ചെയ്ത്. ഇത് ഒരുപാട് ഫില്ല് ചെയ്യാണ്ടല്ലോ. ഞാനേ ഓഫീസിൽ നിന്ന് മുങ്ങിയതാ, വേഗം തിരിച്ചെത്തണം. ഇത് നീ തന്നെ അങ്ങോട്ട് ഫില്ല് ചെയ്താൽ മതി. എവിടെ ഒപ്പിട്ട് ഒപ്പിട്ട് തരാം. ശരി ബാലേട്ടാ, ഇതാ ഒന്ന്, ഇത് ഇവിടെ ഒന്ന് കേട്ടാ മതി. ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്. ആ, അത്ര മാത്രമേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? ആ, എന്താ പേര്? കണ്ണൻ KV. ഗ്രാജുവേറ്റ് ആണോ? എക്സ്പീരിയൻസറാ. പ്രീ ഡിഗ്രിയിൽ 3 പ്രാവശ്യം എഴുതി, എന്നിട്ടാ പാസ്സായി. അപ്പോ ഇന്നൂടെ തുടങ്ങിക്കോട്ടല്ലേ? വേണ്ട ബാലേട്ടാ, നമുക്ക് തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാം. നാളെ ഞായറാഴ്ചയല്ലേ? ഓ, അത് ശരിയാ. നിങ്ങൾ അറിയട്ടെ. ശരി. ഓ, ഇപ്പൊ തന്നെ സമയം കുറേ ആയി. ഓ. ഫീസ് 1-ാം തീയതി ഉണ്ടാവുള്ളൂ കേട്ടോ. അതൊക്കെ പോട്ടെ ബാലേട്ടാ. ആ ബാലേട്ടാ, എനിക്കൊന്ന് ബാലേട്ടനെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ആ പറമ്പിലെ ഒരു കുഴൽ കിണർ കുഴിച്ചിട്ടുണ്ട്. അതിനൊരു 3 ഫേസ് ലൈന് വേണ്ടിയാ. അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലേ? ഓ, കൊടുത്തിട്ട് 4 മാസമായി. അഗ്രികൾച്ചർ പർപ്പസിനല്ലേ? നമുക്ക് ശരിയാക്കാം. ഓഫീസിലേക്ക് വാ. ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല. എന്നാ അങ്ങനെ ആവട്ടെ ബാലേട്ടാ. നൂൺ ഷോ എത്ര മണിക്കാ? നൂൺ ഷോ 1 മണിക്ക്. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാനൊരു സിനിമയ്ക്ക് പോയതാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. നിനക്കെന്നാ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? വല്ല ബസ്സും തെറ്റി കയറിയൊന്നായിരുന്നു എന്റെ സംശയം. ശരി, ഏത് സിനിമ കണ്ട്? ഒരു ഇംഗ്ലീഷ് പടാ. എന്താ അതിന് പേരൊന്നുമില്ലേ? പേര് മറന്നുപോയി. വല്ല തല്ലിപ്പൊളി സെക്സ് പടായിരിക്കും. ഏയ്, നല്ല പടാ. അതെയോ? എന്നാ എന്റെ കഥ ഒന്ന് പറ. അത് പറ. നിനക്ക് വല്ലതും മനസ്സിലായോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ചേച്ചി കളിയാക്കൊന്നും വേണ്ട, എനിക്ക് അതൊക്കെ മനസ്സിലായി. പക്ഷെ പറയാൻ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അത് ശരി. ഉണ്ണിക്കുട്ട ഒന്ന് നിന്നേ. എന്താ? ഒന്ന് ഇറങ്ങി ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? നീ ഇങ്ങോട്ട് വാ. ഉണ്ണിക്കുട്ടനെ ആരാ സൈക്കിൾ പഠിപ്പിച്ചേ?
ഇതാണ് അത്ര വലിയ കാര്യം. ഞാൻ സ്വന്തം പഠിച്ചതാ. തനിച്ച് പഠിക്കാൻ പറ്റുമോ? വീഴില്ലേ? ആ, ഇടയ്ക്കൊക്കെ വീഴും. അങ്ങനെയാ പഠിക്കുക. എനിക്കും ഒന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. ഇതുവരെ പഠിച്ചില്ലേ? കഷ്ടം. അത് വീഴുമെന്ന് പേടിച്ചിട്ടാ. ഉണ്ണിക്കുട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് പണച്ചെലവ് ഉണ്ടാവും. അതെന്തിനാ? സൈക്കിൾ വാടകയ്ക്ക് എടുക്കണം, എനിക്ക് ഗുരുദക്ഷിണ, ഫീസ് ഒക്കെ കൂടി ആകുമ്പോൾ ഒരു സംഖ്യയാവും. നമുക്ക് ഈ സൈക്കിളിൽ തന്നെ പഠിച്ചൂടെ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാടക തരേണ്ടി വരും. എത്ര വരും? മണിക്കൂറിന് 4 രൂപയാവും. അത്ര വരുമോ? ആ, ഇതിന് വാടക അല്പം കൂടില്ല. പ്രൈവറ്റ് അല്ലേ, നല്ല കണ്ടീഷൻ വണ്ടിയാ. ശരി, സമ്മതിച്ചു. എന്തെങ്കിലും കേട് പറ്റിയാ റിപ്പയർ ചെയ്ത് തരേണ്ടി വരും. ശരി, ഇന്ന് നാളെ തന്നെ തുടങ്ങിക്കളയാം. ഞായറാഴ്ചയല്ലേ? ഒരു കാര്യം ചെയ്യ്, കാലത്ത് കുളിച്ച് ഒരു 10 രൂപ ദക്ഷിണ എടുത്ത് ഗ്രൗണ്ടിലേക്ക് പോരെ. ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങിക്കളയാം. എന്താ എത്ര വൈകിയത്? കുളിച്ച് റെഡി ആവാൻ താമസിച്ചു. ദക്ഷിണ ഉണ്ടെന്നുണ്ടോ? അതിങ്ങട് ദൈവത്തെ വിചാരിച്ച് കയ്യിലേക്കിട്ടോ. ഇനി വണ്ടി തൊട്ട് ഇറങ്ങിയിൽ വെക്ക്. മിഴികളിലഴകിൻ പൂക്കാലം, കനവുകൾ മെനയും പുലകാലമായി, മഴവില്ലു തുന്നിയ തൊങ്ങലുമായി, മയിൽ പീലി ചിറകുകൾ നീർത്തുകയായി, മനസ്സും മാനവും ഒരുപോലെ. മിഴികളിലഴകിൻ പൂക്കാലം, കനവുകൾ മെനയും പുലർകാലമാ. പൂന്തളിരിൻ പൊൻരേണുവുമായി വസന്തകാലമൗനം, താഴ്വരയിൽ പൈന്തേൻ മഴയിൽ അലിഞ്ഞലിഞ്ഞു പാടും. നീ എൻ നെഞ്ചിലുറുമ്മിയ ചന്ദന വല്ലകി ഇന്നലെ മീട്ടി, നീ എന്നുള്ളിലുറങ്ങും ഒരമ്പിളി മുത്തിനു ചാരുത കൂട്ടി. ആരാരും അറിയാതെ ഏതോ സ്വരമധുരിമയായി നാം മൂളുകയായി. മിഴികളിലഴകിൻ പൂക്കാലം, കനവുകൾ മെനയും പുലർകാലമാ. വാർമുകിലിൻ മഞ്ഞാടയുമായി വിരുന്നു വന്ന യാമം, ഓർമ്മകൾ തൻ പുല്ലാങ്കുഴലിൽ നിറഞ്ഞുറഞ്ഞുരീണം. നീയൻ ചുണ്ടിലുണർത്തിയ മായിക പഞ്ചമരാഗപരാഗം, ഏതോ മാസ്മരമോഹന ഭാവന ചാർത്തിയ മൂകവികാരം.
സല്ലാപ സംഗീതമായി ഉള്ളിലിതളിടുമേതോ ശ്രുതിയായി മിഴികളിലഴകിൻ പൂക്കാലം കനവുകൾ വിനയും പുലർകാലമായി മഴവില്ലു തുന്നിയ തൊങ്ങലുമായി മയിൽ പീലിച്ചിറകുകൾ നീർത്തുകയായി മനസ്സും മാനവും ഒരുപോലെ മിഴികളിലഴകിൻ പൂക്കാലം കനവുകൾ നിനയും പുലർകാലമാ അയ്യോ അച്ഛൻ എവിടെ നോക്കിയാണ് സൈക്കിൾ ഓടിക്കുന്നേ? വാ, കണ്ണാ എങ്ങനെയുണ്ടടാ? കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. കാര്യമായിട്ട് പോലും പറ്റിയോ? കുറച്ച് പെയിന്റ് പോയി എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ മൂത്ത് നരച്ചിട്ടാ ദൈവം രക്ഷിച്ചു. അയ്യോ പാവം, നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു. ഓ, അവളുടെ ഒരു സങ്കടം കണ്ടില്ലേ? അയാളുടെ ഒരു കൈ ഒടിയണായിരുന്നു. എന്റെ സൈക്കിളിന്റെ കോലം കണ്ടില്ലേ? ഇവനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. ഒറ്റ ഒടി. ഇപ്പോഴേ അവളുടെ സൈക്കിളിന്റെ കണ്ടീഷൻ ഒന്ന് കാണും. ദേ ഇങ്ങനെ. നിന്റെ ഡയലോഗ് കേട്ടിട്ട് നിനക്കും അവനോട് ലൈൻ ഉണ്ടോന്നൊരു സംശയം. സോറി. ഏതായാലും ആളൊരു രസികൻ കക്ഷിയാ, ഒന്ന് പരിചയപ്പെട്ടാ കൊള്ളാം. അയ്യോ, ആളൊരു പാവാ, തനി കൺട്രി. എനിക്ക് തോന്നുന്നത് നേരെ മറിച്ച, അവൻ കവിതയെ വളച്ചെടുക്കും. നീ നോക്കും. നടക്കില്ല, അത് ഈ ജന്മത്തിൽ നടക്കും തോന്നില്ല. അതൊക്കെ നിന്റെ തോന്നല. ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ നീയും? വെറും 2 മാസം കൊണ്ട് പുഷ്പം പോലെ ഞാൻ കയ്യിലെടുത്തില്ലേ? എന്നെ പോലല്ല അവള്. എന്നെ പോലല്ല കണ്ണനും, അവൻ ജപ്പാനാ. ശങ്കരേട്ട, ഈ പറങ്കി മാങ്ങ വാറ്റിയത് കഴിച്ചിട്ടുണ്ടോ? പറങ്കി വാറ്റിയതാ? പറങ്കി മാങ്ങ വാറ്റിയത് കഴിച്ചിട്ടുണ്ടോ? അത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലായിരുന്ന കാലത്ത് അവിടെ ഒരു കക്ഷി എനിക്ക് കൊണ്ടു തരുമായിരുന്നു. എന്നാ സ്വയംഭൻ സാധനമാണോ ഇല്ലേ? ഇവനൊന്നും അതിന്റെ അടുത്ത് നിൽക്കുകയല്ല. അത് ശരിയാ, നമ്മുടെ ആൾക്കാർക്ക് അസലായിട്ട് വാറ്റാൻ അറിയാം. അത് ശരിയാ, ഗവൺമെന്റ് സമ്മതിക്കില്ലെന്നേ. അതാണ് പ്രശ്നം. ഇവിടെ ഒന്നും ശരിയാവൂലെന്നേ. ലളിതേ, ബാലിന് കേൾക്കണോ? ഞാൻ ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ കൊക്കോ എസ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ കുരു എടുത്തങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് വേസ്റ്റ് ആണ്. അവനെ വാറ്റിയാലുണ്ടല്ല, നല്ല ഉഗ്രൻ സാധനമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ വിൽക്കണ ഈ ഫോറിൻ ലിക്വറിന് പകരം അവനെ വിറ്റാലുണ്ടല്ല, കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാം. അത് ശരിയാ, പക്ഷെ സർക്കാർ സമ്മതിക്കണ്ടേ? എന്നിട്ട് തൊഴിലില്ല തൊഴിലില്ല എന്ന് പറഞ്ഞ് കരയും. ഈ വിറ്റകൾക്കൊന്നും നാട് ഭരിക്കാൻ അറിയില്ലെന്നേ. പക്ഷെ ഈ ചേട്ടന്മാരുണ്ടല്ലോ, അവന്മാരെ സമ്മതിക്കണം. അവിടെ ഒരു എസ്റ്റേറ്റ് ഓണർ ഉണ്ട്, ഒരു പാലക്കാരൻ ചേട്ടൻ. മൂപ്പർക്ക് വേണ്ടത് മൂപ്പര് തന്നെ വാറ്റും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. നല്ല കാട്ടിറച്ചിയും കിട്ടും. ആട്ടിറച്ചി ഇവിടെ കിട്ടില്ലേ? ആട്ടിറച്ചി അല്ലടോ, വെടിയിറച്ചി. ഓ, വെടിയിറച്ചി. താനൊരു ദിവസം അങ്ങോട്ട് വാടോ, ഞാൻ അറേഞ്ച് ചെയ്യാം. എന്നാ അടുത്ത ആഴ്ച തന്നെ ആയാലോ? ആയിക്കോട്ടെ, പക്ഷെ നേരത്തെ ഒന്ന് വിളിച്ചു പറയണം. എന്നാലും നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യേ. എനിക്ക് അസൂയ തോന്നുക. അന്ന് തന്നെ വല്ല പോലീസിലും ചേർന്നാ മതി. ലളിതേ, എന്താ ശരിയല്ലേ? നല്ലൊരു കാര്യം.
ഇതെന്തു പറ്റി? എന്താ ആകെ പ്രശ്നമായെന്നോ തോന്നുന്നേ. നോക്ക് നോക്ക്. ഇതാര്? എത്ര കാലമാണ് തന്നെ കണ്ടിട്ട്? നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഞാനിപ്പോ ഇവിടെയാ. നീ വാ, ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്താ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്? നീ വണ്ടി കയറ്, ഞങ്ങൾ പഴയ കൂട്ടുകാരാ. നാൻസി പറഞ്ഞപ്പോ നീയാണ് ആ വീരനെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇവൻ ആരാണെന്നറിയോ? ഞങ്ങൾ നെഹ്റു കോളേജിൽ പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അല്ല, ഇപ്പോഴോട്ടും മോശമല്ലാന്ന് മനസ്സിലായി. അതെന്താ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. സംഗതി എവിടം വരെ എത്തി? വളഞ്ഞ ഒന്നും ഒളിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. കവിതയെ പറ്റിയാണോ പറയുന്നത്? സത്യം പറഞ്ഞ അവൾക്ക് എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അതാ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ എനിക്ക് അവൾ ആദ്യം കണ്ടപ്പോൾ തന്നെ അങ്ങ് ഇഷ്ടമായി. അതാ പ്രശ്നം. നീ ധൈര്യമായിട്ടിരിക്കും. ഞങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിനക്ക് പ്രതീക്ഷിക്കാം. മംഗളം ഭവന്തു. നീ എന്താടി ആലോചിച്ചോണ്ടിരിക്കുന്നത്? വല്ല സൗന്ദര്യപ്പണക്കം ഉണ്ടായോ? ഏയ്, ഞാൻ വേറൊരു കാര്യം ആലോചിക്കായിരുന്നു. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ന്യൂസ് പേപ്പർ ഉണ്ടോ? അതൊക്കെ വിറ്റ് കാണും. എന്തിനാ? ഒരു കാര്യം അറിയണ്ടായിരുന്നു. നമ്മുടെ പ്രിൻസ് പറയാ കണ്ണൻ കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അതൊക്കെ ഡൂപ്പ് അടിച്ചതായിരിക്കും. അല്ലെന്നേ, അവര് PDCക്ക് ഒന്നിച്ചാത്രേ പഠിച്ചത്. ഇതൊക്കെ നീ ചോദിച്ചു മനസ്സിലാക്കിയതാ? ഏയ്, ഇന്ന് കണ്ണനെ കാണാൻ പ്രിൻസ് കോളേജിൽ വന്നിരുന്നു. സോറി, കണ്ണൻ പ്രിൻസിനെ കാണാൻ കോളേജിൽ വന്നിരുന്നു. അപ്പൊ പറഞ്ഞതാ. എന്താടി ഒരു ഉരുണ്ടുകളി? അയ്യോ, കറണ്ട് പോയല്ലോ. പുറത്തൊക്കെ വിളിച്ചോണ്ടല്ലോ. എനിക്കൊന്ന് ഫീസ് പോയാന്നാ. അമ്മേ, അമ്മേ, ഇവിടുത്തെ ഫ്യൂസ് പോയതാന്നാ തോന്നേ. ഒന്ന് ബാലേട്ടനോട് പറഞ്ഞേ. നീ തന്നെ പോയി പറഞ്ഞാ മതി. ഞാനിവിടെ ജോലി ചെയ്യുന്ന കണ്ടില്ലേ? ശരി വാടി. നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ഫ്യൂസ് പോയി. ബാലേട്ടനോടൊന്ന് കെട്ടിത്തരാൻ പറ. എനിക്ക് പറ്റില്ല. എന്താ ഉണ്ണിക്കുട്ടാ? ചെല്ലേ, നല്ല കുട്ടിയല്ലേ. അങ്ങനെ സോപ്പിടൊന്നും വേണ്ട, ചേച്ചി തന്നെ അങ്ങ് പോയാൽ മതി. ഇനി ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു വാ. ഒരു അക്ഷരം ഞാൻ പറഞ്ഞു തരില്ല. വേണ്ട ചേച്ചി, ഞാൻ പോയിക്കോളാം. അമ്മേ, വാന്നേ. ആ, കണ്ണനാണോ? ബാലനല്ലേ അവിടെ? ബാലേട്ടൻ എത്തിയില്ല. ഫ്യൂസ് കെട്ടാനല്ലേ? അതൊക്കെ എനിക്കറിയാം. സൂക്ഷിക്കണേ, ഇവിടുത്തെ വയറിംഗ് ഒക്കെ ഒരു വകയാ. ആ സ്റ്റൂളിങ് എടുത്ത്. ഇത് ഫ്യൂസ് പോയത് തന്നെ. ഫ്യൂസ് വയറുണ്ടോ? ഇവിടെ അതൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നേ. തൽക്കാലം ഒരു വയറ് കിട്ടിയാലും മതി. അകത്ത് പോയി നോക്കിയേ, അവിടെ എവിടെയോ കണ്ടമാതിരി തോന്നി. ആ, ഇത് മതി.
മതി മതി ഇതുകൂടെ കഴിക്കേ മതി ഇവിടെ കഴിക്കും മോനെ. മതി മതി എന്ന് പറഞ്ഞില്ലേ മതി. കുറച്ച് വെള്ളം എടുത്തേ. എന്റെ മോൻ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയി. അമ്മയ്ക്കിപ്പോ അതാ സങ്കടം. ജീവൻ കിട്ടിയതന്നെ ഭാഗ്യം. അവനിപ്പോ കഷ്ടകാല. ശനിയുടെ അപഹാരാന്നാ പറയുന്നത്. ഈ മേടം കഴിയണത് വരെ ശരിക്കും സൂക്ഷിക്കണമെന്നാ പണിക്കര് പറഞ്ഞത്. അങ്ങനെ ഒരു അരസ്റ്റ് നീങ്ങി കിട്ടി. ഇനി ആപത്തൊന്നും ഉണ്ടാവാഞ്ഞ മതിയായിരുന്നു എന്റെ ഭഗവതി. നിന്നെ സമ്മതിച്ചിരിക്കുന്നു മോളെ. ഇത്ര ദിവസമായിട്ടും നിനക്ക് കണ്ണനെ ഒന്ന് കാണാൻ തോന്നിയില്ലല്ലോ. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ കണ്ണൻ നിന്നെ അന്വേഷിച്ചു. എന്തോ ഒരു കാര്യം പറയാനുണ്ടത്രേ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ കണ്ണനോട് എന്താ പറയേണ്ടത്? ഞാൻ എന്താടി പറയാ? ഉറങ്ങിയിരുന്നോ? ഏയ്, ആളില്ലാത്ത സമയം നോക്കി വന്നാ, അതുകൊണ്ട് ഈ ഉച്ചയ്ക്ക് തന്നെ. ഇനി നിങ്ങൾ സംസാരിക്കും, ഞാൻ പുറത്തിരിക്കാം. വരില്ല ഞാൻ കരുതിയേ. ആശ്വാസായി. ഇവിടെ ഇരിക്കാം. എന്നോട് ദേഷ്യാവുന്നറിയാം. എന്നാലും കുട്ടിയോട് എനിക്ക് നന്ദിയുണ്ട്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഉറക്കത്തിൽ എണീറ്റ് നടന്നു എന്നാ. ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് വിശ്വസിച്ചു. പക്ഷേ സത്യം നമുക്കറിയാലോ. മറ്റാരും ഇതറിയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കത് താങ്ങാനാവില്ല. കവിതയ്ക്ക് എന്നോടൊന്നും പറയാനില്ലേ? എന്നാ പോയിക്കോളൂ. ഈ മൗനം എനിക്ക് സഹിക്കാനാവില്ല. എന്നെ എങ്ങനെ ശിക്ഷിക്കണം? കുട്ടിക്ക് എന്നെ ഒന്ന് ചീത്ത വിളിക്കെങ്കിലും ചെയ്തൂടെ? കണ്ണാടിയിൽ നോക്കിയാൽ നല്ല ചില സീന് കാണാം. വല്ലം കണ്ടോ? ഒരു സിഗരറ്റ് പോലും സഹിക്കാൻ വയ്യെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ എന്നെ എങ്ങനെ സഹിക്കും? നീ ഒറ്റയ്ക്ക് തന്നെ ചോദിക്കട്ടെ. എന്താടാ? നിനക്ക് തണുക്കുന്നില്ലേ? അടുത്തടുത്തിരിക്ക്. ഇനിയിപ്പോ അതും ഞാൻ കാണിച്ചു തരേണ്ടി വരുമോ? എന്തിനാ കാണിക്കുന്നത്? നടക്കട്ടെ നടക്കട്ടെ. ഇപ്പോഴൊക്കെ അല്ലേ നടക്കുള്ളൂ എന്റെ മോളെ.
പാടി. ഞാനില്ല. എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ, എന്തൊരു പ്രകൃതി ഭംഗി. ഇപ്പോഴും നിങ്ങൾക്കൊരു മൂടില്ലേ? രണ്ടുപേരും ഒരുമിച്ച് നടക്ക്. ഇത് ശരിയാവില്ല. അങ്ങനെയൊന്നുമില്ല. അല്ല എങ്ങോട്ടത്ര ഓടുന്നേ? ഹലോ, ഒരു ആന നിൽക്കുന്നു. ആനയോ? എനിക്ക് പേടിയൊന്നുമില്ല. നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം. ഇത് അങ്ങനെയാണ് വഴി. കവിതേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? ഞാനില്ല. അല്ല, നമുക്കൊന്ന് ഞാനില്ല. മതി പഞ്ചാര അടിച്ചത്. അവർക്ക് ഒരുപാട് സ്വപ്നം കാണണ്ടോ? നമുക്ക് അങ്ങോട്ട് പോവാം. പൊന്നാമ്പൽ പൂ മണി കൂട നീട്ടുന്നു, കണിമല കൊമ്പുരും നിര നിര താരകങ്ങൾ, വരവായി ഇതിലേ നഗണയെതിരെ കാണാൻ പൊന്നാമ്പൽ പൂ മണി കൂട നീട്ടുന്നു. പല നാളായുള്ളി പൂക്കും കുളിരൂറും സങ്കൽപ്പങ്ങൾ ഇരുവേരും തമ്മിൽ കൈമാറും. കൊതിയോടെ കണ്ണും കണ്ണും ശ്രുതി നീട്ടും നാടൻ ശീലായി അറിയാതെ തമ്മിൽ ചേർന്നിടും. ഏതേതോ മധുരവുമാ കാണാപ്പൂം കൊമ്പത്തെ കന്നിപ്പൂക്കൾ നുള്ള പൊന്നാമ്പൽ പൂ മണി കൂട നീട്ടുന്നു. കണിമല കൊമ്പുരും നിര നിര താരകങ്ങൾ, വരവായി ഇതിലേ നഗളയെതിരെ കാണാൻ പൊന്നാമ്പൽ പൂ മണി കൂട നീട്ടുന്നു. എന്താണ് അവിടെ?
കിളിവാതിൽ മെല്ലെ ചാരി തിരിതാഴ്ത്തും തങ്കത്തിങ്കൾ കളമൈന തൂവൽ വീശുമ്പോ പൂവെന്നൽ വളകിലുക്കം പൊന്നാമ്പൽ പൂ മണി കുട നീട്ടുന്നു കളിമലക്കുമ്പൊരും നിരനിര താരകങ്ങൾ മഴവായി ഇതിലേ ഇലകളെ എതിരേൽക്കാനായി പൊന്നാമ്പൽ പൂ മണി കുട നീട്ടുന്നു എവിടെ നോക്കിയാലും വീരപ്പനും വെടിയും കൊലയും കത്തിക്കുത്തും എന്തപ്പോ. ഇന്ന് അമ്മയുടെ കത്തുണ്ടായിരുന്നു. ആ കണ്ണന്റെ നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകും അത്രേ. ഇപ്പൊ എന്തിനാ അവനെ നാട്ടിൽ കൊണ്ടുപോണേ? അപ്പൊ അവന്റെ പഠിപ്പോ? അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. അവനിപ്പോ ശനിദശ അത്രേ. അത് കഴിയുന്നവരെ നാട്ടിൽ തന്നെ നിക്കട്ടെന്നാ അമ്മ പറയുന്നേ. നിന്റെ അമ്മയുടെ ഓരോ കാര്യങ്ങളെ പിന്നെ എന്തിനാ അവനെ ഇവിടെ കൊണ്ട് നിർത്തിയത്? ബാലേട്ടൻ പറയുന്ന പോലൊന്നല്ല, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ഇപ്പൊ തന്നെ 2 അപകടമായി. കണ്ണൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഇവിടെ നിന്നിട്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചാ? അപ്പോ കണ്ണൻ പോയിക്കോട്ടെ നീ പറയണത്? അതാ നല്ലത്. അമ്മയ്ക്കൊരു സമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ. നീ ഇത് അവനോട് സംസാരിച്ചോ? ഞാനൊന്നും പറഞ്ഞില്ല. ബാലേട്ടനോട് ചോദിച്ചിട്ടാവാന്ന് കരുതി. ഞാനൊന്നും വീട്ടിൽ പോകുന്നില്ല. ഈ അമ്മയ്ക്ക് ഭ്രാന്താ. എന്റെ കണ്ണ, എനിക്കിതൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല. പക്ഷേ അമ്മ നിർബന്ധിച്ചാ നമ്മൾ എന്താ പറയാ? വയസ്സായവരല്ലേ. എന്തായാലും ഞാൻ പോകുന്നില്ല. പിന്നെ ഞാനിവിടെ നിൽക്കുന്നോണ്ട് വല്ല വിഷമമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ മാറിത്തരാം. കണ്ണാ, എന്നാലും ബാലേട്ടനോട് എന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയത്? അല്ലാതെ ഞാൻ നാട്ടിൽ പോണെന്നാ നീയും പറയുന്നത്? ഞാൻ എന്താ പറയാ? കണ്ണാ, വന്ന് ഊണ് കഴിക്കേ. ചേച്ചി കഴിച്ചോ? എനിക്ക് നല്ല വിശപ്പില്ല. അതെന്താ, വല്ല അസുഖമുണ്ടോ? ഒന്നുമില്ല. നിന്റെ ജാടയൊന്നും എന്നോട് വേണ്ട. വാടാ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ? നോക്കട്ടെ. ഷീ ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ. ആഹാ, നീ തന്നെ ഇനി തരാൻ. അതിനെ നീ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഇതൊക്കെ ഒരു ഭാഗ്യ. പ്രിൻസേ, നാൻസിയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. എനിക്കെന്തിനാ ദേഷ്യം വരുന്നേ? ഈ കുരങ്ങനേക്കാളും ഭേദാ ഞാൻ. ഈ ചമ്മല മാറ്റാൻ ഞാൻ എന്തായാലും ഒരു സിഗരറ്റ് കത്തിക്കാൻ പോവാ. എനിക്കെന്തിനാ? നീയല്ലേ ചമ്മ? ഹലോ, എവിടേക്കാ? അയ്യോ പാവം. പാവൊന്നുമല്ല, ഭയങ്കര സാനാ. ഏതായാലും കോളേജ് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്കൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്താലോ? നല്ല ബെസ്റ്റ് ഐഡിയ. എവിടേക്കാ? എവിടേക്കായാലും ഞാനില്ല. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? കണ്ണൻ അത് പറയാം. എന്റെ അച്ഛൻ അറിഞ്ഞ എന്നെ കൊന്നുകളയും. ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അമേരിക്കയിലാണെങ്കിൽ ഈ പ്രായത്തിൽ പ്രേമിച്ചില്ലെങ്കിലാ കുഴപ്പം. നമ്മുടെയൊക്കെ ഒരു ഗതികേടേ. കൊണ്ടാ? വേണ്ട, വലിക്കണ്ട. ഒരു സ്നേഹം.
ഹായ്. ഇവിടെ പനിക്കുള്ള എന്തെങ്കിലും ഗുളികരിപ്പുണ്ടോ? ആർക്കാ പനി? കവിതയ്ക്കാ. ഇന്നലെ കോളേജിൽ നിന്ന് അവളുടെ കയ്യൊന്ന് പൊള്ളി. കുറച്ചേ ഉള്ളൂ. ലാബിൽ നിന്ന് ആസിഡ് വീണ അത്രേ. ഇന്ന് കാലത്ത് നോക്കുമ്പോ കുറേശ്ശെ പനിക്കുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചില്ലേ? അവള് കോളേജിൽ നിന്ന് ഡോക്ടറെ കാണിച്ചു അത്രേ. മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇവിടെ മരുന്നൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നണേ. ഞാൻ കണ്ണനോട് പറഞ്ഞ് വാങ്ങിപ്പിക്കാം. ഇനി കുറച്ച് കഞ്ഞി കൊണ്ടുവരട്ടെ? വേണ്ട. ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലാ. എന്തെങ്കിലും ഒന്ന് പറ്റിയാ മതി, പിന്നെ ഇതാ സ്വഭാവം. വേദന എന്ന് പറഞ്ഞാ അവൾക്ക് അടുത്തോടെ പോയിക്കൂടാ. എന്നാ മോൻ പോയിക്കോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാൻ സമയമില്ലേ? സോറി. ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. സത്യം. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ മഹാബോറ് പരിപാടിയാ. പക്ഷെ പോകാതിരിക്കാൻ പറ്റുമോ? എത്ര ദിവസത്തെ പരിപാടിയാ? 2 ദിവസത്തെ. ഓ, തലേന്നങ്ങ് പോവും, പിറ്റേന്നങ്ങ് പോരും ചെയ്യും. ആ, താനും വാടോ. ശനിയും ഞായറും അല്ലേ, ഒരൊറ്റ ദിവസത്തെ ലീവ് എടുത്താ മതി. ഏയ്, ഞാനില്ല. ക്ഷണിക്കാത്തോണ്ടാ? അതിനിപ്പോ ഞങ്ങൾ വിളിച്ചാലും പോരെ. എന്റെ ഏടത്തി ക്ഷണിക്കുന്നതും ഞാൻ ക്ഷണിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അയ്യോ, അതുകൊണ്ടല്ല. പിന്നെന്താ? ഓഫീസിൽ ഒരുപാട് പണിയുണ്ടെന്നേ. ഇൻസ്പെക്ഷൻ പീരീഡാ, ലീവ് കിട്ടില്ല. അതൊക്കെ വെറുതെ പറയുന്നതാ. അല്ലെന്നേ, സത്യ. ചുരുക്കം പറഞ്ഞ താൻ വരില്ല, അതന്നെ. അയ്യേ, എന്താ അങ്ങനെ പറഞ്ഞു? ദേ, ഈ പെണ്ണിന്റെ കാര്യം എന്താ ചെയ്യുന്നേ? അവൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാണ്ടെന്നല്ലേ പറഞ്ഞത്. ഇവിടെ നോക്കട്ടെ, ബാലനുണ്ടല്ലോ ഇവിടെ. ആ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വേഗം പൊയ്ക്കോ. ആരെങ്കിലും കാണൂല എന്റെ ഈശ്വര. ആരും കണ്ടിട്ടില്ല. ഞാൻ ഉടനെ പോയിക്കോളാം. എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതല്ലേ. അങ്ങോട്ട് പോകും. എവിടെ? നീ എന്തെടുക്കായിരുന്നു? എന്തൊരുറക്ക ഇത്? എത്ര നേരം ബെല്ലടിക്കുന്നു? ഇനി ഉറങ്ങാനാ ഭാവം? നേരെ ഉച്ചയായി. പോയി ചായക്ക് വെള്ളം വെക്കടി.
ആരാ സംസാരിക്കുന്നത്? പ്രിൻസ് അല്ലേ? ഞാൻ കണ്ണനാ. എവിടുന്നാ വിളിക്കുന്നത്? മൈസൂരിന്നാ. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എല്ലാം ഞാൻ അറിഞ്ഞു. നാൻസി പറഞ്ഞിരുന്നു. അവിടെ എവിടെയാ താമസിക്കുന്നത്? എവിടെയും താമസിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. വേണ്ട വേണ്ട, അത് അപകടമാ. തൽക്കാലം നീ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുക്ക്. എന്നിട്ട് എന്നെ വിവരം അറിയിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. എല്ലാം നേരിൽ സംസാരിക്കാം. കവിതയ്ക്ക് എന്തെങ്കിലും? ഒരു കുഴപ്പമില്ല. നീ പേടിക്കണ്ട. എന്നാ വെക്കട്ടെ, എല്ലാം പറഞ്ഞ പോലെ. ആ തൽക്കാലം നീ ഇവിടെ താമസിക്കുക, പുറത്തിറങ്ങണ്ട. ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആ എനിക്ക് എസ്റ്റേറ്റ് വരെ ഒന്ന് പോകണം. ഓക്കെ, സീ യു ഇൻ ദി ഈവനിങ്. ശങ്കരേട്ടല്ലേ ഇവിടെ? അകത്തുണ്ട്. ശങ്കരേട്ടാ, ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്നോട് എന്തിനായി ദേഷ്യം? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇത് കണ്ടോ, ഗീതയുടെ കത്ത. അവൻ വീട്ടിലും ചെന്നിട്ടില്ല അത്രേ. അവിടെ ആകെ പ്രശ്നമായിരിക്കുക. ഓഹോ, തനിക്കിപ്പോ അതുകൊണ്ടാ വിഷമം. പേടിക്കണ്ട, അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ പൊക്കിക്കോളാം. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നന്നായി. തെറ്റ് ചെയ്തത് അവനാ, അതിനുള്ള ശിക്ഷയും കിട്ടണം. പക്ഷെ പിന്നെയും ശങ്കരേട്ടന്റെ മോളുടെ കാര്യം ഞാൻ പറയണത്. അതൊന്നും താൻ അറിയണ്ട, എനിക്കറിയാൻ എന്ത് ചെയ്യണമെന്ന്. ശരിയാ, ശങ്കരേട്ടന്റെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെയൊക്കെ പറയും. എന്നാലും അങ്ങനെയല്ലല്ലോ, പിള്ളേരുടെ ഭാവി കൂടി നോക്കണ്ടേ. ഇപ്പൊ തന്നെ ഈ നാട് മുഴുവൻ അറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്തിട്ട് അവരുടെ വായടക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ദേഷ്യവും വൈരാഗ്യമൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് സമ്മതിച്ചാലോ. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ പ്ലാൻ? ഒരു പണിയിലാണ്ട് തെണ്ടി കിടക്കണ ഒരുത്തന് എന്റെ മോളെ തന്നെ കെട്ടണം. കൊള്ളാം, ആ പൂതി മനസ്സിൽ വെച്ചാ മതി. അവൻ എന്റെ കൈ കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം. എവിടേക്കാ? പ്ലീസ് തടയരുത്. എനിക്ക് പോയേ തീരൂ. എന്ത് വന്നാലും ശരി, എനിക്ക് അവളെ കാണണം. വാ. എടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നിട്ട് നീ എവിടെ വേണമെങ്കിലും പോയിക്കോ. ഇപ്പൊ നീ പോയ ആകെ പ്രശ്നമാവും. ഒരുപക്ഷെ എന്നേക്കോ അവളെ നിനക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. എടാ, ഒരു 2 ദിവസം കൂടി നിനക്ക് കാത്തിരുന്നൂടെ? ഞാൻ കാരണം അവൾക്ക് ഇതെല്ലാം സഹിക്കേണ്ടി വന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ വിളിച്ചിരിക്കുക. എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കണ്ണ. നീ ഇപ്പൊ തന്നെ അവൾക്കൊരു കത്തെഴുതും. നാൻസിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഞാനത് അവൾക്ക് എത്തിക്കാം. ഓക്കെ? എന്റെ കണ്ണന് ഈ കത്ത് കിട്ടുമ്പോ ഒരുപക്ഷെ ഞാൻ കണ്ണെത്താ ദൂരത്തായിരിക്കും. നാഗാലാൻഡിലുള്ള വലിയച്ഛന്റെ മിലിറ്ററി ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കാനാണ് പരിപാടി. ചിലപ്പോ ഇനി ഒരിക്കലും നാം തമ്മിൽ കണ്ടില്ലെന്ന് വരും. വിഷമിക്കരുത്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? എന്നെ അന്വേഷിച്ചു വരരുത്. കണ്ണന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാം വിധിച്ച പോലെ നടക്കൂ. ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം. നന്മകൾ നേർന്നുകൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടെ കവിത. എന്താ ഇത്, കരയാണോ? കൊച്ചുകുട്ടികളെ പോലെ. സമാധാനം ഇരിക്കേ.
പരിഭവമായി ഒരു യമുന മനസ്സിലൊഴുകും. ആ തീരക്കാരും ഓടക്കുഴലോതുമ്പോൾ ഗീതാഗോവിന്ദത്തിൻ പൂമ്പല്ലവി പാടുമ്പോൾ ഉള്ളിൽ കാത്തള കൈവള ഇളകിയെന്തിനുരാതെ പാലുണ്ടയായി നറുപരിഭവമായി ഒരു യമുന മനസ്സിലൊഴുകും. അമ്പാടി പയ്യും വെച്ചിട്ടോടി മായക്കണ്ണൻ നിന്നെ തേടും ഈരാവിലെ പട്ടാടത്തുമ്പും കെട്ടി കണ്ണാരം പൊത്തി പൊത്തി കണ്ണായി കൂടെ നീ പോരൂ. നീ നീരല വർണ്ണനു മാറു നിറയ്ക്കാൻ മഞ്ജുള ചന്ദനമോ നീ കണ്ണന് ചൂടാൻ തീരി കൊടുക്കുമോ രോമന മാമയിലോ നീലക്കാടുകൾ കോർത്തൊരു തൂവനമാലയിൽ ആരുടെ പൂമ്പൊടി തേടിയ പൊന്നിതളോ പാൽമുരയായി നറുപരിഭവമായി ഒരു യമുന മനസ്സിലൊഴുകും. രാവേറെ ചെല്ലും നേരം കാളിന്തി തീരത്തെത്തി നിന്നെ പുല്ലും കാവന്നൻ തേനൂറും ചെല്ലച്ചുണ്ടിൽ പൂമൂടി ചുംബിക്കുമ്പോൾ എന്തേ ചൊല്ലും നിൻ മൗനം. നീയാ കൈനകലാളനമേറ്റുമുറിഞ്ഞൊരു ചെന്താമരയാകും നീയാ മാറിലമർന്നു മയങ്ങി ഉണർന്നൊരു പീലിക്കതിരാകും നിന്റെ നിറഞ്ഞു തുളുമ്പിയ നെഞ്ചു തുടിച്ചൊരു പൊന്തുടിയായി ദ്രുതതാള വിളംബിതമാ പാലുരയായി നറുപരിഭവമായി ഒരു യമുന മനസ്സിലൊഴുകും. ആ തീരത്താരാട് ഓടക്കുഴലൂതുമ്പോൾ ഗീതാഗോവിന്ദത്തിൻ പൂമ്പല്ലവി പാടുമ്പോൾ ഉള്ളിൽ കാത്തള കൈവള ഇളകിയതെന്തിനുരാ മോളെ എന്താ 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 പല അവള് വാല് തുറക്കുന്നില്ല. മോളെ ചവിട്ടി ചവിട്ടോ ഞാൻ വിചാരിച്ച പെണ്ണ് കയറി തോന്നിയാണ് എന്തെങ്കിലും നമുക്ക് പോവാം. അതെ പ്രിയമുള്ള അച്ഛനും അമ്മയ്ക്കും ഉണ്ണിക്കും ഞാൻ പോവുകയാണ്. എന്നെ അന്വേഷിക്കണ്ട. എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. ദയവായി ഉപദ്രവിക്കരുത്. സ്വന്തം കവിത. എന്റെ മോള് കരയാതിരിക്കുക ചേച്ചി, അവൾക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ. അവൾ എവിടെ പോയാലും നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനൊക്കെ കാരണക്കാരൻ ഈ മനുഷ്യനാ. അന്നും ബാലം പറഞ്ഞതങ്ങ് സമ്മതിച്ചിരുന്നെങ്കിൽ എന്റെ മോളിത് ചെയ്യില്ലായിരുന്നു. എന്താ കവിത ഇത്? ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന വല്ല അസുഖം വരും കേട്ടോ. എണീറ്റേ, എഴുന്നേക്ക്. ചെയ്തത് തെറ്റായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? ഇപ്പോ
എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. നമ്മൾ തോറ്റുകൂടാ. നീയാണ് എനിക്ക് ശക്തി തരേണ്ടത്. അതെ, നീ എടുത്തോളൂ. നീ കൊടുത്തു. ആദ്യം ഇങ്ങോട്ടിടുക, ഇതങ്ങോട്ട്. ഇതങ്ങോട്ട് കെട്ടിക്കോളൂ. ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. അവര് കല്യാണത്തിന് സമ്മതിച്ചു. ഞാൻ പറഞ്ഞത് കേക്ക് കണ്ണാ. ഓടണ്ട.
പറ്റിയോ? നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു അറിയാമോ? ഞാൻ എടുക്കണോ? കണ്ണാ കണ്ണാ ഒന്നവിടെ നിൽക്ക കണ്ണാ, ഞാനൊന്ന് പറയട്ടെ. എന്ത് പറ്റിയ സാധിച്ചല്ല മോളെ.